ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നല്ല അടിപൊളി മഴയൊക്കെ പെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങി നീച്ചപ്പം ചെറുങ്ങനെ പൊടിയണുള്ളൂ മഴ കേട്ടോ. അപ്പോൾ ഇതേ നായ്ക്കൾ ഞാൻ ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ അയറ്റേക്ക് ഇതാ ഇങ്ങോട്ട് വന്ന് കയറി ഇരിക്കല്ലോ. അതിന് വേണ്ടി ഞാൻ പോയിക്കണോ പാർത്ത് നോക്കാണ്. അങ്ങനെ ഇതാ കുറച്ച് നേരം മഴയൊക്കെ നോക്കി അന്വേഷിച്ചതാ മോനിക്ക് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞേക്കണം എനിക്ക് ബ്രെഡ് ന്യൂട്ടലി മതി. അപ്പോൾ ഞാൻ മോനിക്കൊരു ബ്രെഡ് എടുത്തിട്ട് ന്യൂട്ടലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കല്ലോ. പിന്നെ ഞാൻ ഉറങ്ങിനിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. മറ്റേത് ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നാൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നതാണ്. എന്നൊരു 9:30 ആയിപ്പോയി. അതുകൊണ്ട് എനിക്കിന്ന് കഴിച്ചായില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് പത്തിരി കഴിക്കാൻ വിചാരിച്ചു. ഇന്ന് നമുക്ക് ഉസ്താദിൻ്റെ ചിലവുള്ള ദിവസമാണ്. അപ്പം തലേന്ന് വന്ന് പറഞ്ഞതേനും രാവിലെ വേണമെന്ന്. മറ്റേത് രാവിലെ വേണ്ട പറഞ്ഞതേനും ഉച്ചക്കും രാത്രിയേനും. അപ്പോൾ ഇതാ മലർച്ചിക്കറിയും അരിച്ചൊട്ടത്തിരിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ തലേന്നത്തെ മീൻ മുളകിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അതാ പത്തിരി കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എന്താ 2 പത്തിരിയും പിന്നെ കുറച്ച് മീൻ മുളകിട്ടതും കുറച്ച് ഇറച്ചിക്കറിയൊക്കെ എടുത്തിട്ട് പത്തിരിയൊക്കെ കഴിച്ചതിന് ശേഷം ഇമ്മതാ ഉച്ചക്കത്തേക്കുള്ള പണി തുടങ്ങിക്കണം. ഉച്ചക്ക് പിന്നെ ഉസ്താദിന് ഫുഡ് വേണ്ട. അപ്പം അമ്മക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ നെയ്ച്ചോറാണ് പ്ലാൻ ചെയ്തത്. ഉസ്താദിന് വേണ്ടപ്പോൾ നമുക്ക് മാത്രം. അപ്പോൾ നെയ്ച്ചോറും ഇസ്റ്റ് കറിയും പിന്നെ വെണ്ട മുളകിട്ടത് ചിക്കൻ പൊരിച്ചത് അതൊക്കെയാണ് ഇന്നത്തെ മെനു. പിന്നെ ക്യാബേജ് ഉപ്പേരി അതൊക്കെയാണ്. അപ്പം അമ്മ ഇസ്റ്റ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് കുറിയുള്ള ദിവസമാണ്, കുടുംബക്കുറി. അപ്പം അതിലേക്കുള്ളതാ സമൂസക്കുള്ള പണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറിയൊക്കെ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കനൊക്കെ മസാല തേച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കാൻ വേണ്ടി പോയല്ലോ. ആ ടൈമിലൊക്കെ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ടെന്ന്. കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലേനു. ഇപ്പം വീണ്ടും മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കിട്ടും. നല്ല മഴ പെയ്യുന്നു. പിന്നെ കിച്ചണിലൊക്കെ പോയി നോക്കിയപ്പോൾ അത് ഉപ്പേരിക്കൊക്കെ സെറ്റാക്കുന്നുണ്ട്. അവിടെ ഇസ്റ്റ് കറിക്കുള്ളത് ബീഫ് വിസിൽ വരുന്നുണ്ട്. അപ്പം അതൊക്കെ അന്നത്തെ സ്പെഷ്യൽ. ഞാൻ പിന്നെ മോനിക്ക് മഴ കണ്ടിട്ട് പഴം കൊടുക്കുക വിചാരിച്ചു. ഓന് ചെറിയ കഷ്ണം പത്തിരി തിന്നത്. അപ്പം മഴ നോക്കിയിട്ട് പഴം തിന്നാണെങ്കിൽ വലിയ കിട്ടലാണല്ലോ. അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ പകുതി പഴം കഴിച്ചു. പിന്നെ ആകെപ്പാടെ ചെറുതാണ്. പിന്നെ മഴ പെയ്യുണ്ടല്ലോ. അപ്പം എൻ്റെ മോനിക്ക് ബോട്ട് ഉണ്ടാക്കണം മൂത്താക്ക്. അപ്പോൾ എനിക്ക് ഞാൻ ബോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മളെ ബോട്ടൊക്കെ സെറ്റായിട്ടിട്ട് നല്ല രസമല്ലേ. ഇതൊക്കെ ഒരു കാലം. ആദ്യമൊക്കെ നമ്മളിതാ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിടും. അപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഓരോ കൈയൊക്കെ നനച്ചു കൊടുത്ത്. ഇപ്പം പനി വന്ന് മാറിയിട്ടുള്ളൂ. വീണ്ടും വരുത്തണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ വേഗം ഉള്ളോട്ട് കയറി. പിന്നെ അതൊരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി നിന്ന്. നെയ്ച്ചോറും ചട്ടി ആരും മെയിൻറ്റ് ചെയ്യണ്ട, എല്ലാവരുടെ വീട്ടിലും കാണും ഇത്രയും ഭംഗിയുള്ള ചട്ടി. പിന്നെ കറി അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ പൊരിക്കാനിട്ടിരിക്കണം. പിന്നെ നെയ്ച്ചോറിലേക്കുള്ളതൊക്കെ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. പിന്നെ നമ്മളിതാ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. നമുക്ക് അസറിനാണ് പരിപാടി. വൈകുന്നേരത്തെ ചായക്കുള്ള കടിയൊക്കെ എല്ലാവരും വരും. ചായ പിന്നെ എവിടെയാണ് പരിപാടി അവിടെ നിന്ന് ഉണ്ടാക്കൽ. അങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ കുറി എടുക്കൽ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം സമൂസ ഉണ്ടാക്കിയൊക്കെ വിചാരിച്ച് പിന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പൊരിക്കാൻ നിൽക്കല്ലോ. അസറസ്കാരം കഴിഞ്ഞാൽ പിന്നെ പോകല്ലോ. നമുക്ക് ഇവിടെ അടുത്താണ്. അപ്പം ഉമ്മ പരുത്തുന്നുണ്ട്. ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ മോന് പിന്നെ ഓരോന്നുണ്ടാക്കിയത് ഇങ്ങനെ മുറത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്ത്. എന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അതുമ്പോൾ കളിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ വിറപ്പിക്കാൻ നിൽക്കല്ലോ. അങ്ങനെ നമ്മൾ സമൂസൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വേഗം പോയിട്ട് ഫ്രഷ് ആവണം. അപ്പോൾ ഒരു 10-25 സമൂസ ഉണ്ടാക്കിയിരിക്കണം തോന്നണേ. പിന്നെ ഞാൻ വേഗം ഫ്രഷ് ആവാൻ വേണ്ടി പോയി. ഫ്രഷ് ആവൽ, നിസ്കാരം, ഫുഡ് കഴിക്കൽ. അപ്പം നമുക്കിതാ ഫ്രഷായിട്ട് കാണാം. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് പിന്നെ വേഗം മോനിക്ക് ഫുഡ് എടുക്കാൻ നിന്ന്. മക്കളെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി തിന്നു. അപ്പം എൻ്റെ പ്ലേറ്റിൽ നിറച്ച സാധനങ്ങളുണ്ട്. ചിക്കൻ പൊരിച്ചതും അച്ചാറും വെണ്ട മുളകിട്ടതും ഉപ്പേരി പപ്പടം ഉള്ളി സാലഡ് അതൊക്കെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് നീച്ചപ്പോൾ പൊരിക്കാനൊക്കെ നിൽക്കണേ. ഒരിക്കൽ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ടതാണല്ലോ. ഞാൻ പിന്നെ ഇല്ല പറഞ്ഞു, എനിക്ക് മടി. അപ്പം ഞാൻ അവിടെ നിൽക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ
പിന്നെ ഇതാ ഇപ്പൊക്കെയുള്ള ചായയും സമൂസയൊക്കെ പിന്നെ കൊണ്ടുപോയി കൊടുത്ത് ഇപ്പം പിന്നെ അസറസ്കാരം കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കണതാണ്. നമ്മൾ പിന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ടായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കുടിക്കാൻ വിചാരിച്ച്. പിന്നെ ഇതാ കുറിപ്പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതാ അമ്മായി പിന്നെ നമുക്ക് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടെത്തുന്നു. ആ റൗണ്ടിൽ എന്തോ പപ്പടം കൊണ്ട് എന്തോ പൊരിച്ച ഒരു ഐറ്റമാണ്. പിന്നെ അതാ ബ്രെഡ് വാട്ടിയത്, തരിപ്പോള, ഉന്നക്കായി, പിന്നെന്താണ് പരിപ്പ് കേക്ക്, സമൂസ, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ചതിന് ശേഷം ഇതാ പിന്നെ വേഗം കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് നമുക്ക് ഉസ്താദിൻ്റെ ചിലവേനും രാവിലത്തെ പിന്നെ നമ്മൾ ഉറങ്ങി നീക്കുന്നതിന് മുന്നേ കൊണ്ടുപോയിക്കണം. അപ്പോൾ രാത്രിത്തേക്ക് ഇതാ ചിക്കൻ കറിയും കണ്ണച്ച പത്തിരിക്കാണ്. അപ്പോൾ കറിയൊക്കെ ഇത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ പത്തിരിക്ക് ചൂടാൻ വേണ്ടി നിൽക്കണം. ഏഷ്യബാങ്ക് കൊടുത്താൽ ആൾ കൊണ്ടുപോകാൻ വരും. അപ്പോൾ തിമിനെ ഫുള്ളും സെറ്റാക്കണം. അപ്പോൾ ഇന്ന് ഒരു ഉസ്താദേ ഉള്ളൂ. അപ്പോൾ അത് ഉസ്താദിൻ്റെ ഇതൊക്കെ സെറ്റാക്കി ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് അങ്ങനെ ആൾ വന്ന് അതൊക്കെ കൊണ്ടുപോയി. പിന്നെ ഇതാ മക്കൾക്ക് ഫുഡ് കൊടുക്കൽ അങ്ങനത്തെ പരിപാടിയിലേക്കൊക്കെ നിന്നതിന് ശേഷം നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്ന്. അപ്പോൾ ഇതാ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.